അല്ലാഹു പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു ജീവിതം രാജാക്കന്മാര് ജീവിച്ചതുപോലെ അവരെക്കാളും ഏറ്റവും നല്ല ഒരു ജീവിതം നിനക്ക് ഞാൻ തരാം. പക്ഷേ നീ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നീ സൽക്കർമ്മങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യൂ, നല്ല കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യൂ. എന്തെല്ലാം നന്മകൾ ചെയ്യാൻ നമുക്ക് അവസരമുണ്ട് പെങ്ങളോ, എന്തെല്ലാം നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഒരുപാട് സമയം തരുന്നു. പക്ഷേ നന്ദി രേഖപ്പെടുത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്? എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് സന്തോഷമുള്ള ജീവിതം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നിന്റെ വീട്ടിൽ റഹ്മത്ത് കടന്നു വരുന്നത്? എങ്ങനെയാണ് ബർക്കത്ത് ഉണ്ടാകുന്നത്? അല്ലാഹു നിന്റെ റിസ്കിൽ എങ്ങനെ വിശാലത ചെയ്യാനാണ്? നിന്റെ ആരോഗ്യം അല്ലാഹു നിലനിർത്തി തരുന്നത് എങ്ങനെയാണ്? നമ്മൾ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നില്ല, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. മനുഷ്യ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കടോ. തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് പറയുന്ന നായെന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, ആ മൃഗത്തിന് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ, അതിന് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്താൽ, നിന്നെ എവിടെ വെച്ച് കണ്ടാലും അത് നന്ദി രേഖപ്പെടുത്തുമടോ, അത് വാലാട്ടി കാണിക്കുമടോ, അത് നമ്മുടെ ചാരത്തേക്ക് കടന്നു വരുമടോ. എന്തുകൊണ്ട്? ഒരു നേരം കഴിക്കാൻ ആഹാരം കൊടുത്തതിന്റെ പേരില്, ഒരൽപ്പം വെള്ളം കുടിക്കാൻ കൊടുത്തതിന്റെ പേരില് ആ നാൽക്കാലി പോലും നമ്മളോട് പടച്ചവനെ സ്നേഹം കാണിക്കുമ്പോ, നമ്മളോട് നന്ദി കാണിക്കുമ്പോ, പെങ്ങളെ, അല്ല നിനക്ക് കണ്ണ് തന്നില്ലേ, നിനക്ക് കൈ തന്നില്ലേ, നിനക്ക് കാല് തന്നില്ലേ? ഇന്ന് നേരം വെളുത്തപ്പം മുതൽ പടച്ചവനെ ഇന്നിവിടെയാണ് വാഴെന്ന് പറയുമ്പോ, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞത് ഉസ്താദേ ദുആ ചെയ്യണേ. ഇന്ന് നേരം വെളുത്തപ്പം മുതൽ തുടങ്ങിയതാണ്. എന്തിനായി മക്കാമിൽ ഈ പള്ളിക്കകത്ത് കയറുമ്പോഴും എത്രയോ പേര് ഉസ്താദേ ക്യാൻസറാണ്, ട്യൂമറാണ്, ഡയാലിസിസ് ചെയ്യുകയാണ്, തളർന്നു കിടക്കുകയാണ്, ഹാർട്ടിൽ ഹോളാണ്, എന്തെല്ലാം പ്രയാസങ്ങളാണ് പറയുന്നത്. കണ്ണില്ലാത്തവരെ കാണുന്നില്ലേ, കൈയില്ലാത്തവരെ കാണുന്നില്ലേ, നിന്റെ മുമ്പിൽ വന്ന് യാചിക്കുന്നവരെ കാണുന്നില്ലേ? അല്ലാഹു പല പല പരീക്ഷണങ്ങൾ കൊടുത്തവര് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു നിനക്ക് അങ്ങനെ ഒരു ഗതി വരുത്തിയില്ലല്ലോ. കണ്ണ് കാണുന്നുണ്ട് ചെറുപ്പക്കാരാ, ചെവി കേൾക്കുന്നുണ്ട് ചെറുപ്പക്കാരാ, നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ലേ, കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ലേ, നിന്റെ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന എത്ര പേരെ കാണാം. അള്ളാഹു നമുക്ക് ചെയ്തെന്ന നിഗമത്ത് ഇന്ന് രാവിലെ മുതൽ ഫോൺ എടുത്തു നോക്കിക്കേ, ഇവിടെയാണ് വയലെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്ത് ഇന്നാണെന്ന് തോന്നുന്നു. അള്ളാഹു എല്ലാവരുടെയും പ്രയാസം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരുടെയും പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും കാണുന്നവർ സിറാജ് ഉസ്താദെ സുഖമാണോ എന്നല്ലേ ഒതുക്കണേ. എല്ലാവരും പറയുന്നു ഉസ്താദെ മക്കൾക്ക് വയ്യ, ഭാര്യയ്ക്ക് വയ്യ, രോഗമാ, പ്രയാസമാ, ദുരിതമാ, എല്ലാവരും ദുആ ചെയ്യാനാ പറയുന്നേ. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നമുക്കന്ന് ചിന്തിക്കുക എത്ര നിഅമത്ത് അല്ലാഹ് നമുക്ക് ചെയ്തു തന്നേ. നമുക്കൊരു അൽഹംദുലില്ലാ പറയാൻ പോലും മടിയാടോ. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു നന്ദി രേഖപ്പെടുത്താൻ എനിക്കും വയ്യ, നിങ്ങൾക്കും വയ്യ. പിന്നെ അല്ലാഹ് നമുക്കെല്ലാം തരണമെന്നുള്ള ആഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, ദാവൂദ് നബിയുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കിക്കേ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഇബാദത്ത്, എപ്പോൾ അള്ളാഹു ഭൂമിയിലേക്ക് നോക്കിയാലും അവിടെ ഇബാദത്ത്, എപ്പോൾ നോക്കിയാലും മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ വീടിനകത്ത് ആരെങ്കിലും ഇബാദത്ത് ചെയ്യുമായിരുന്നു. അത്രത്തോളം ആ വീട് അങ്ങനെ മാറ്റിയെടുത്തു. നമ്മുടെ വീടോ, നമ്മുടെ വീട്ടിൽ പടച്ചവനെ ഖുർആൻ പോലും തുറക്കാത്ത ദിവസം, നമ്മുടെ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല, ബറക്കത്തില്ല, റഹ്മത്തില്ല, സ്നേഹമില്ല, വൈരാഗ്യവും തമ്മിലടിയും, ഭാര്യയും ഭർത്താവും കണ്ടാ കീരിയും പാമ്പിനെ പോലെ, സ്വന്തം കൂടപ്പിറപ്പുകൾ ഉമ്മയുടെ വയറ്റിൽ കടന്നവർ രണ്ടുപേരും ശത്രുക്കളെ പോലെ പോരാടുന്ന കാഴ്ച, സ്നേഹമില്ല, ചതിയും വഞ്ചനയുമായി നമ്മുടെ വീട് നരകമായി പോകുന്നു, നമ്മുടെ ജീവിതം നാശമായി പോകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്താതെ വരുമ്പോൾ, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്താതെ വരുമ്പോൾ അള്ളാഹു നമ്മളെ കൈവിട്ട് കളയുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്നെ ഓർക്ക്, നിങ്ങൾ എന്നെ സ്മരിക്ക്. എനിക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയാൽ ലഇൻ ശകർതും ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വാരിക്കോരി തരും.
നിങ്ങൾക്കെല്ലാം ഞാൻ വർദ്ധിപ്പിച്ചു തരും. എന്നിട്ട് അല്ലാഹു പറയുകയാ, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ എതിര് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നന്ദിയില്ലാത്തവരായി കഴിഞ്ഞാൽ അല്ലാഹു എല്ലാം നഷ്ടപ്പെടുത്തി കളയും. വലിയ പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് തരും, വലിയ നാശങ്ങൾ അല്ലാഹു നമുക്ക് തരും. നമുക്ക് താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് നൽകി നമ്മളെ പരീക്ഷിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാ. അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുകൾ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു എന്തെല്ലാം നല്ല കാര്യങ്ങൾ നൽകിയോ അതിൽ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 2 അല്ലാഹു പറയുകയാ, ഒന്നാമതായി അല്ലാഹു ചെയ്ത വാഗ്ദാനം, എന്നെ നിങ്ങൾ സ്മരിച്ചാൽ, എന്നോട് നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. പെങ്ങളെ, അല്ലാഹുവാണ് പറഞ്ഞത് ഏറ്റവും നല്ല ജീവിതം നിനക്ക് തരാമെന്ന്. ഈ മക്കാമിൻ്റെ അകത്ത് കിടക്കുന്ന മഹാരഥന്മാർ, അവർക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു, ഒരു പ്രയാസമില്ലായിരുന്നു. അവരുടെ ജീവിതം ഏറ്റവും മനോഹരമായിരുന്നു. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവേ, അവരൊരുപാട് നന്മകൾ ചെയ്യാൻ തയ്യാറായപ്പോ, അവരെ നന്മകൾ അധികരിച്ചപ്പോൾ അല്ലാഹു ഏറ്റവും നല്ല ജീവിതമാണ് അല്ലാഹു അവർക്ക് കൊടുത്തത്. അതുകൊണ്ട് അല്ലാഹു ചെയ്ത വാഗ്ദാനത്തിൽ ഒന്നാമത്തെ വാഗ്ദാനം അതാണ്. ഇനി രണ്ടാമത്തത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, രണ്ടാമത്തെ വാഗ്ദാനം എന്തെന്നറിയോ? അല്ലാഹു പറയുകയാ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ രണ്ടാമതായി പറയുകയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്താ നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയുസ്തജീബു ലി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു നമ്മളോട് ചെയ്യുന്ന രണ്ടാമത്തെ വാഗ്ദാനം എന്തെന്നറിയോ? നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാരാ? അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതാരാടോ? റബ്ബിനോട് ആര് ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം തരുമല്ലോ. ഒരാളുടെയും ദുആ വെറുതെയാകില്ല, ഒരാളുടെ ദുആയും വെറുതെയാകില്ല. പടച്ചവനെ, എന്റെ മുമ്പിൽ നിങ്ങൾ ആരെങ്കിലും വന്ന് കൈനീട്ടി കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ നിങ്ങളെ വെറുതെ മടക്കിയേക്കാം. പക്ഷേ അല്ല എങ്ങനെയല്ല, അല്ലാഹു മാന്യനാണ്, അല്ലാഹു മാന്യനാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയാ അല്ലാഹു ഒരിക്കലും ഒരു മനുഷ്യന് വെറും കയ്യോടെ മടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ വാഴകൾ കാമന്നിരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രതിസന്ധികളുമായിട്ട് കഴിയുന്നവരാ. ഉസ്താദേ, നിങ്ങൾ പറയുന്നത് പോലെ ഒരുപാട് ദുആ ചെയ്തു, എത്രയോ പ്രാവശ്യം അല്ലാഹുവിനോട് ദുആ ചെയ്തു, എനിക്ക് പരിഹാരമുണ്ടായില്ല, എന്റെ വിഷയത്തിനൊരു പരിഹാരം വന്നില്ല എന്ന് സങ്കടം പറയുന്ന മുസ്ലിമേ, ദുആ ചെയ്താ പരിഹാരമുണ്ടോ? ദുആ ചെയ്താ പരിഹാരമുണ്ടോ? നമ്മുടെ മുൻഗാമികൾ അങ്ങനായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാ, സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി എന്തെങ്കിലും ഒരു പ്രയാസം കടന്നു വന്നാ, നമ്മുടെ പിതാവ് ബാറിലല്ല പോയിരുന്നത്, കള്ളശാപ്പിലല്ല പോയിരുന്നത്, പടച്ചവനെ കടലിന്റെ ഓരത്തല്ല പോയിരുന്നത്. നമ്മുടെ ഉപ്പയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവര് പള്ളിക്കകത്ത് വന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് 2 കരങ്ങൾ നീട്ടിയിട്ട് അവര് പടച്ചറബിനോട് പറയുമായിരുന്നു. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമായിരുന്നു. പക്ഷേ
നമ്മൾ ഇന്ന് എത്ര ദുആ ചെയ്തിട്ടും അല്ലാഹു നമുക്ക് ഉത്തരം തരുന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? അതിന്റെ കാരണം എന്തെന്നറിയോ? നിന്റെ ദുആയാകാത്തത് കൊണ്ടാ. നീ ദുആ ചെയ്യേണ്ടതുപോലെ ദുആ ചെയ്യാത്തത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു കരുണയുള്ളവനാണ്. നീ കരയുന്നത് നിന്റെ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അല്ലാഹുവിന് ഇഷ്ടപ്പെടൂല. നമ്മുടെ മാതാപിതാക്കളെക്കാൾ അല്ലാഹുവിന് നമ്മളെ വല്ലാത്ത ഇഷ്ടമാ. അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പടച്ച റബ്ബ്. നമ്മുടെ കണ്ണ് നിറയുന്നത് പോലും അല്ലാഹുവിന് ഇഷ്ടമല്ല. ആ അല്ലാഹുവിനോട് ഒരുപാട് കൊല്ലം കൊണ്ട് കരഞ്ഞു ചോദിച്ചിട്ട് അല്ലാഹു നിനക്ക് തരുന്നില്ലെന്ന് പരാതി പറയുന്ന മുസ്ലിമേ, അതിന്റെ കാരണം നീ ദുആ ചെയ്യുന്നത് ചെയ്യേണ്ടത് പോലെയല്ല. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? വയദുഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ദുആയിനെ കുറിച്ച് പറയുകയാ. വെറുതെ ചെയ്താ പോരാ, വെറുതെ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരണമെന്നില്ല പെങ്ങള്. എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഷോ കാണിച്ചിട്ട് കാര്യമില്ല, മണിക്കൂറുകൾ ദുആ ചെയ്തിട്ട് കാര്യമില്ല. ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അല്ലാഹു തന്നെ പറയുകയാ. വയദുഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവർ, ആ ദുആ ചെയ്യുന്നവർക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? നമുക്ക് ദുആ ചെയ്യാൻ പോലും മടിയാടോ? നമുക്ക് ദുആ ചെയ്യാൻ പോലും മടിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടപാളി ആരെന്നറിയോ? ആരാണ്? കള്ളു കുടിക്കുന്നവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, ശിർക്ക് ചെയ്ത് നടക്കുന്നവനല്ല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ ആരെന്നറിയോ? ദുആ ചെയ്യാൻ മനസ്സില്ലാത്ത മുസ്ലിമേ. ദുആ ഏറ്റവും വലിയ ആയുധമാണ്. ആ ദുആ ചെയ്യാൻ മടി കാണിക്കുന്നവർ, ആ ദുആ ചെയ്യാൻ അലസത കാണിക്കുന്നവർ, പടച്ചവനെ ഇന്ന് ആർക്കും സമയമില്ലടോ. ദുആ ചെയ്യാൻ സമയമില്ല. ദുആ ചെയ്യേണ്ട രീതിയിൽ ദുആ ചെയ്താ അല്ലാഹു വെറും കയ്യോടെ മടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിബിതങ്ങൾ പറയുക. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ, സിറാജിന്റെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തരും, അല്ലെങ്കിൽ നിങ്ങൾ വെറും കയ്യോടെ മടക്കും. പക്ഷെ അല്ല അങ്ങനല്ല. അല്ല പറഞ്ഞതാ, എന്നോട് ചോദിച്ചാൽ ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ല ഈമാൻ തരുമാറാകട്ടെ. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക, എൻ്റെ പൊന്നാര സിറാജ്, ഞാൻ എത്ര കാലം കൊണ്ട് ചോദിക്കുന്നു, അല്ല എനിക്ക് തരുന്നില്ലല്ലോ. എൻ്റെ രോഗം മാറുന്നില്ല, എൻ്റെ പ്രയാസം മാറുന്നില്ല, എൻ്റെ സങ്കടം മാറുന്നില്ല, എനിക്ക് മക്കളെ കിട്ടുന്നില്ല, എനിക്ക് വീട് കിട്ടുന്നില്ല, ഒരു പെണ്ണ് കിട്ടുന്നില്ല. നമ്മുടെ പ്രശ്നം അതാ. നമ്മുടെ പ്രശ്നം എന്തെന്നറിയോ? നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ചെയ്യേണ്ടതുപോലെ ദുആ എങ്ങനെയാ ദുആ ചെയ്യണ്ടേ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു ദുആ നമുക്ക് പരിചയപ്പെടുത്തുന്നു. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ നമ്മളോട് പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ഹബിലി മിന സ്വാലിഹീൻ. അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ എനിക്ക് സ്വാലിഹായ സന്താനത്തിന് വേണം, എനിക്ക് സ്വാലിഹായ സന്താനത്തിന് വേണം. ഇബ്രാഹിം നബി ദുആ ചെയ്തപ്പോൾ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ അള്ളാഹു കൊടുത്തു. ഇന്നും ഇസ്മായിൽ നബിയുടെ ചരിത്രം പറയുമ്പോൾ, ആ ഇസ്മായിൽ നബിയുടെ ചരിത്രം കേൾക്കുമ്പോൾ ഏതു വാപ്പയും ആഗ്രഹിക്കും, ഏതു ഉമ്മയും ആഗ്രഹിക്കും, അതുപോലെ ഒരെണ്ണം എനിക്കും വേണം പടച്ചവനെ. നമ്മൾ ഇസ്മായിൽ എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രം കേൾക്കുമ്പോൾ ഓരോ വലിയ പെരുന്നാൾ കടന്നു വരുമ്പോഴും ആ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയുടെ ചരിത്രം പഠിക്കുന്നവരാ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കേൾക്കുമ്പോൾ ഏതു വാപ്പയും ആഗ്രഹിക്കും ഇതുപോലെ ഒരെണ്ണം വേണമെന്ന്. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കിക്കേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു തൻ്റെ മകനെ കാണാമെന്നു മകനോട് വല്ലാത്ത സ്നേഹമായി ഒരു ദിവസം രാവിലെ ചെന്നിട്ട് മകനോട് പറയുകയാ, മോനെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുകയാ, നിന്റെ അഭിപ്രായം എന്താ? ആരോടാ ചോദിക്കുന്നേ?
11 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ മകനോട് വാപ്പ അഭിപ്രായം ചോദിക്കുക. ഇവിടെ കാള പോലെ വളർന്നവനോട് ചോദിക്കത്തില്ല. തൻ്റെ ചെറിയ മകനോട് വാപ്പ ചെന്നിട്ട് ചോദിക്കുകയാ, വാപ്പ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, മോനെ നിന്റെ അഭിപ്രായം എന്താ? ആ മറുപടി കേട്ടപ്പോൾ ഇബ്രാഹിം നബിയുടെ കണ്ണ് നിറഞ്ഞു പോയടോ. ഇഫ് അൽ മാ തുഉമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അല്ലാഹ് എന്താണോ പറഞ്ഞത് അതനുസരിക്കൂ വാപ്പ. ഇബ്രാഹിം നബിയോട് തൻ്റെ പൊന്നാര മകൻ പറഞ്ഞ മറുപടി, അല്ലാഹ് എന്തു പറഞ്ഞു അതനുസരിക്ക്. തൻ്റെ മകനെ അറുക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുപോകുകയാ. ആ മകൻ വാപ്പയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വാപ്പ എന്നെ അറുക്കുന്ന സമയം എൻ്റെ കഴുത്ത് തിരിച്ചു വെച്ചിട്ട് വേണം വാപ്പ അറുക്കാൻ. എൻ്റെ കഴുത്ത് തിരിച്ചു വെക്കണം. വാപ്പയോട് പറയുന്നുണ്ട്, എൻ്റെ കഴുത്ത് തിരിച്ചു വെക്കണം. എന്തേ മോനെ അങ്ങനെ പറഞ്ഞത്? ഉപ്പ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറുക്കാൻ പറ്റൂല, നിങ്ങളുടെ കൈ വിറയ്ക്കും. അള്ളാഹു പറഞ്ഞത് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് എൻ്റെ മുഖം തിരിച്ചിട്ടിട്ട് വേണം അറുക്കാൻ. രണ്ടാമതായിട്ട് ഇസ്മായിൽ എന്ന് പറയുന്ന മകൻ വാപ്പയോട് പറയുന്നു, എൻ്റെ കയ്യും കാലും കെട്ടിയിടണം വാപ്പ. അതെന്തേ മോനെ? വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ കൈകാലിട്ടടിച്ച അപ്പോഴും നിങ്ങൾക്ക് എന്നെ അറുക്കാൻ പറ്റൂല. വാപ്പയോട് ഈ ചെറിയ മകൻ പറഞ്ഞു കൊടുക്കുന്നു, 3 എൻ്റെ വസ്ത്രം ഊരി വെച്ചിട്ട് വേണം അറുക്കാൻ. ഉമ്മ കുളിപ്പിച്ച് ഒരുക്കി വിട്ട വസ്ത്രമാണല്ലോ, ഈ വസ്ത്രം ഊരി വെക്കണം. എന്തേ മോനെ? അതിനകത്ത് എൻ്റെ രക്തം പറ്റിയാൽ എൻ്റെ ഉമ്മയ്ക്ക് സഹിക്കൂല. 4മതായിട്ട് ആ ചെറിയ മകൻ വാപ്പയോട് പറയുന്നു, എന്നെ അറുത്തു കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഉമ്മ ചോദിക്കും ഞാൻ എന്തേന്ന്, സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞേക്കണം. എൻ്റെ ഉമ്മാനോട് പറയണം നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം, ഞാൻ സലാം പറഞ്ഞു എന്ന് എൻ്റെ ഉമ്മയോട് പറയണേ എന്ന് പറഞ്ഞ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഈ ഇസ്മായിൽ നബിയുടെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മളൊക്കെ കൊതിക്കാറുണ്ട്, പടച്ചോനെ നമ്മുടെ മക്കളെ ഇങ്ങനെ ആയാൽ മതിയായിരുന്നെന്ന്. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എങ്ങനെയാണ് അള്ളാഹു ആ മകനെ കൊടുത്തത്? ആ ഇബ്രാഹിം നബിയുടെ ദുആ. ആ ഇബ്രാഹിം നബിയുടെ ദുആ എങ്ങനെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ദുആയ്ക്ക് അത്രത്തോളം മഹത്വമുണ്ട്. പക്ഷേ ചെയ്യേണ്ടതുപോലെയാണ് ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു സാമ്പിൾ പറഞ്ഞു തരികയാ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? ഇനിയെങ്കിലും പഠിക്കു പെങ്ങള്. ജീവിതത്തിൽ സിറാജ് പറയുന്നത് പോലെ ഒരിക്കലെങ്കിലും നീയൊക്കെ ദുആ ചെയ്തിട്ടുണ്ടോ? ഈ വഅല് കേൾക്കാമെന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഏതുപോലെ എന്നറിയോ? നിങ്ങൾ കടല് കാണുന്നവരാണല്ലോ, പടച്ചവനെ ബീച്ച് കാണാൻ പോയവരാണ്. അതാ കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോ നമുക്ക് പേടിയാണോ? ആ തിരമാലയുടെ പരിസരത്ത് പോകാൻ നമുക്ക് വല്ലാത്ത പേടിയാ. കാരണം പടച്ചവനെ കടലിൽ അകപ്പെട്ടു പോയാ മനുഷ്യനെ പിന്നെ തിരിച്ചു കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. ഇതാണ് കടലിന്റെ തിരമാലയുടെ അടുക്കൽ പോകാൻ നമുക്ക് പേടിയാ. എന്നാ നിങ്ങൾ കടലിൽ പോയിട്ടുണ്ടോ? പടച്ചവനെ ഉൾക്കടലിലേക്ക് പോയിട്ടുണ്ടോ? സഹോദരാ, ഞാൻ പോയിട്ടുണ്ടോ? അതാ മീൻ പിടിക്കുന്നതിന് വേണ്ടി കടലിന്റെ നടുവിലേക്ക് പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പോയപ്പോ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി, വല്ലാത്ത പേടിയായി. കാരണം 4 ഭാഗത്തും വെള്ളമാണ്, മുകളിൽ ആകാശമാണ്, ഒന്നും കാണുന്നില്ലടോ. അവസാനം പടച്ചവനെ ആ ബോട്ടോടിക്കുന്ന മനുഷ്യനോട് ചോദിച്ചു, ഇവിടെ എത്ര ആഴമുണ്ട്? ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ തെങ്ങിനോളം ആഴമാ, വല്ലാത്ത ആഴമാണ്. അതാ പടച്ചവനെ ഒരാള് വീണാ രക്ഷപ്പെടാൻ 1% പോലും ചാൻസ് ഇല്ല. എടോ, കടലിന്റെ തിരമാലയിൽ വീടുന്ന കാര്യമല്ല, നടുകടലിൽ എങ്ങാനും ഒരു മനുഷ്യൻ വീണാ സുബ്ഹാനല്ലാഹ്, എത്ര നീന്തലറിയുന്ന മനുഷ്യനാണെങ്കിലും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. കടലിലേക്ക് പോകും തോറും വല്ലാത്ത ആഴമാ, നടുകടലിൽ വല്ലാത്ത ആഴമാണ്. ആ ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലമെന്ന് പറയുന്ന മീന്. അത് കടലിലെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. പടച്ചവനെ, അതിന്റെ നീളം നമുക്കറിയില്ലല്ലോ. ലക്ഷദ്വീപുകാരിവിടെ ഉണ്ടല്ലോ. ഈ അടുത്ത ലക്ഷദ്വീപില് വാതിന് പോയപ്പോ പടച്ചവനെ, അതാ അവിടുത്തെ ഒരു മ്യൂസിയത്തിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ ഈ കാണുന്ന ഈ ഓഡിറ്റോറിയം, ഈ ഹാളിന്റെ വലിപ്പമുണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന ഇത്രയും സ്ഥലത്തിന്റെ വലിപ്പമുണ്ട്. ഒരു മീനിന്റെ മുള്ളിങ്ങനെ വെച്ചിരിക്കുകയാണ്. ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദ്
ഉസ്താദേ ഇത് ചെറിയ ഒരു തിമിംഗലത്തിന്റെ മുള്ളാണ്, ആ ചെറുതിന്റെ നീളം പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാ വലിയ മീനിന്റെ വലിപ്പം എന്തായിരിക്കും സഹോദരാ? അത് കടലിലെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം എന്ന് പറയുന്ന മീന്. ആ മീനെങ്ങാനും ഒരു മനുഷ്യനെ വിഴുങ്ങിയാൽ, ആ തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്തൊരു മനുഷ്യൻ പെട്ടുപോയാ രക്ഷപ്പെടാൻ വല്ല ഓപ്ഷനുമുണ്ടോ? എടോ, നമ്മുടെ ബുദ്ധി കൊണ്ട് തലകുത്തിക്കിടന്ന് ചിന്തിച്ചാലും 1% പോലും ചാൻസ് ഇല്ല. ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന ആ കടലിലെ ഏറ്റവും വലിയ മീനായ തിമിംഗലത്തിന്റെ വയറിനകത്ത് പെട്ടുപോകുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ 1% പോലും സാധ്യതയില്ല എന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യൂനുസ് നബിയുടെ ചരിത്രം പറയുകയാ. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ നടുകടലിൽ വലിച്ചെറിയുകയാണ്. അതാ കടലിലേക്ക് വീഴുമ്പോ തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്നിട്ട് വിഴുങ്ങുകയാ. കടലിലെ ഏറ്റവും വലിയ മീനായ തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റില് യൂനുസ് നബി അലൈഹിസ്സലാം കിടക്കുകയാ. പടച്ചവനെ, ആ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ വിളിക്കുകയാ. വനാദാ ഫിദ്ദുലുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. കടലിലെ ഏറ്റവും വലിയ മീനായ തിമിംഗലത്തിന്റെ വയറ്റില് കടലിന്റെ അടിത്തട്ടിലെ ഇരുട്ട്, പടച്ചവനെ, മീനിന്റെ വയറിനകത്തെ ഇരുട്ട്, അതിനകത്ത് കിടന്നിട്ട് വിളിക്കുന്നു വനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി വിളിക്കുകയാണ്. എടോ, ചിന്തിക്കടോ, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുണ്ടോ? 1%, 100% സാധ്യതയുണ്ടോ? മീനിന്റെ വയറിനകത്ത് കടലിനടിയിൽ കിടക്കുന്ന യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എത്ര ചിന്തിച്ചാലും മനസ്സിലാകാൻ കഴിയുന്നില്ല. എന്നാൽ അവിടെ കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, അല്ലാ, പടച്ച റബ്ബേ, എന്നെ രക്ഷപ്പെടുത്താ നിനക്ക് കഴിയുമല്ലോ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ല തന്നെ പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസങ്ങാണം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അവിടെ കിടക്കുമായിരുന്നു. ഖിയാമത്ത് നാൾ വരെ അവിടെ കിടക്കുമായിരുന്നു. ആ യൂനുസ് നബി ആ ദുആ ചെയ്തപ്പോ ദിവസങ്ങൾക്ക് ശേഷം ആ മീൻ തന്നെ കരയിലേക്ക് കൊണ്ടുവന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ ജീവനോടെ തിരിച്ചു തന്നു എന്ന ചരിത്രം പറയുമ്പോ ഇതേതെങ്കിലും ഒരു സിനിമാ കഥയല്ലടാ ചെറുപ്പക്കാരാ, ഇംഗ്ലീഷ് പടത്തിന്റെ കഥയല്ല പറയുന്നത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാ. ആ കടലിന്റെ അടിയില് മീനിന്റെ വയറിനകത്ത് കിടന്നപ്പോഴാ യൂനുസ് നബി വിളിക്കുന്നത് വനാദാ ഫിദ്ദുലുമാത്, ഒരൊറ്റ വിളി അല്ലാഹേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനാണ് ദുആ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, ഉറക്കെ പറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ആരെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇതിനാ ദുആ. ബക്കറ്റ് എടുക്കാൻ സമയമായി, അവിടെ ഇരിക്കടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാനോ നിങ്ങളെ ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല സഹോദര. അല്ല പറഞ്ഞത് എന്നോട് ചോദിക്ക്, ഞാൻ തരാം. ഞാനാ നിന്റെ അടുക്കല്ല. ഈ കണ്ണിന്റെ നരമ്പ് എത്ര അടുത്ത് നിന്റെ അടുക്കലിരിക്കുന്നു, വാ ഇവിടെ. അള്ളാഹു ഇത്രത്തോളം അടുത്ത് നിൽക്കുകയാ. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്ന് പറഞ്ഞ് റബ്ബ് നിൽക്കുമ്പോൾ നമ്മളിൽ എത്ര പേരാ ചോദിക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ചുമ്മാതെ ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ പള്ളിക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയ്ക്ക് ഇജാബത്തുണ്ട് ഇല്ലേ? ഉണ്ടോടാ മക്കളെ? ഫർള് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ.
അതപ്പോൾ അരകയ്യന്മാരും ഉണ്ടോ? അങ്ങനെ ദുആ ഇല്ല എന്ന് പറയുന്നവരും ഉണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ട്. എന്നാൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഖതീബ് ദുആ ചെയ്തപ്പോൾ ആമീനിൻ്റെ ശബ്ദം വല്ലോ നമ്മളാരെങ്കിലും കേട്ടോ? ഏതെങ്കിലും പള്ളിയിൽ ഉസ്താദന്മാർ ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ പറയുന്ന ശബ്ദം കേൾക്കാറുണ്ടോ? റബ്ബേ, സദ്യ ഉണ്ണായിരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കുക, ഇല ഇട്ടിട്ട് അങ്ങോട്ട് വിളമ്പി എല്ലാം തിന്നും. എടാ, ഖതീബിന് തന്നെ തോന്നുകയാ, നിസ്കരിക്കുന്ന ഇമാമിന് തന്നെ തോന്നുന്നു, ഞാൻ ആർക്കാ അല്ലാഹ് ഇത് ചെയ്യണേ, ഞാൻ ആർക്ക് വേണ്ടിയാ? ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പഠിച്ചിറങ്ങിയ കാലത്ത് ഞാനൊരു മരണ വീട്ടിൽ എന്നെ കൊണ്ടുപോയി, ഒരു മരിച്ച വീട്ടിൽ ദുആ ചെയ്യാൻ എന്നെ കൊണ്ടുപോയി. ഞാനും ഒരു ഉസ്താദും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരെയും കൂടെ കയറ്റി മണിയറയിൽ ഇരുത്തുന്ന പോലെ ഒരു റൂമിനകത്ത് ഇരുത്തിയിട്ട് അവർ പോയി. അങ്ങനെ യാസീനൊക്കെ ഓതി കഴിഞ്ഞ് ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ വന്ന ഉസ്താദ് പറഞ്ഞു, കാക്ക ദുആ ചെയ്യാൻ പോകുന്നു വരാൻ. ദുആ ചെയ്ത ഉസ്താദെ, കാക്ക ദുആ ചെയ്യാൻ പോകുന്നു വായിക്ക. ദുആ ചെയ്ത ഉസ്താദെ 3 വട്ടം വിളിച്ചിട്ട് ആരും വരുന്നില്ല. ഞാൻ ഉസ്താദിൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്, ഉസ്താദ് എന്നെയും നോക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും യാസീൻ ഓതിയിട്ടിരിക്കുകയാണ്. ആ വീട്ടുകാരും വരുന്നില്ല. യാസീൻ പാഴാക്കി കളയാൻ പറ്റത്തില്ലല്ലോ. അവസാനം ഞാൻ ദുആ ചെയ്തു, പടച്ചവനെ ഈ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണേ അല്ലാന്ന്. കാരണം അവർക്കാർക്കും വേണ്ട, കാരണം അവർ മുഴുവനും ചോറ് വരുമ്പെന്ന് തിരക്കില്ല. എടോ, ഇതുപോലെയാണ് പള്ളിയിലെ ഖതീബിൻ്റെ അവസ്ഥ. അദ്ദേഹം ദുആ ചെയ്യുന്ന സമയത്ത് ചിന്തിക്കും, ആമീൻ പറയാൻ ഒന്ന് കൈ നേരെ പിടിക്കാൻ ആളുണ്ടോ? എടോ, എല്ലാവരും ഒന്ന് കയ്യെങ്കിലും നേരെ പിടിക്കാൻ പോലും ആളില്ലാത്ത കാലം. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദര, ദുആ ചെയ്യുന്ന സമയത്ത് വേണ്ട ഒരു ഒന്നാമത്തെ കാര്യം, നീ ചോദിച്ച നിന്റെ റബ്ബ് തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യണം. അള്ളാഹു ഞാൻ ദുആ ചെയ്താൽ തരുമെന്ന് പറയുന്നൊരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തോടു കൂടി വേണം ദുആ ചെയ്യാൻ. അല്ലെ ചുമ്മാതെ ദുആ ചെയ്തിട്ട് കാര്യമില്ല. അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ദുആഇനെ കുറിച്ച് പറയുമ്പോ അവിടെ അല്ലാഹു പറഞ്ഞത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ അല്ലാഹു തന്നെ ഖുർആനിൽ വ്യക്തമായി പറയുകയാ. രണ്ടാമത് അല്ലാഹു മറ്റൊരു പ്രവാചകന്റെ ദുആ പറയുകയാ. ഇനിയെങ്കിലും ദുആ ചെയ്യുന്നവർക്ക് പഠിക്കാൻ ഞാനൊരു ചരിത്രം പറയാ. അല്ലാഹു ഖുർആനിൽ രണ്ടാമതൊരു പ്രവാചകന്റെ ചരിത്രം പറയുകയാ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം പടച്ചവനെ മസ്ജിദിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ ആ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴം കടിച്ചു കൊണ്ടിരിക്കുകയാ. അതാ സക്കരിയ നബിയാണ് മറിയമിനെ വളർത്തുന്നത്. സക്കരിയ നബിയാണ് മറിയമിനെ വളർത്തുന്നത്. സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ, എവിടെ നിന്നാണ് മറിയമേ ഈ പഴം നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു മറിയമേ? സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോ ആ മറിയമെന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പറഞ്ഞ മറുപടി, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവനെ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി. ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയം ബീബി എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് കഴിക്കുന്നത്. ഇത് അല്ലാഹു തന്നതാണ്, ഇതെന്റെ റബ്ബനിക്ക് തന്നതാണ്. സക്കരിയ നബിയുടെ ചരിത്രമെടുത്ത് വായിക്ക ചെറുപ്പക്കാരാ. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. സക്കരിയ നബിക്ക് മക്കളില്ല വാപ്പാ, സക്കരിയ നബിക്ക് മക്കളില്ല വാപ്പാ. പടച്ചവനെ, പ്രായം ചെന്നു, സക്കരിയ നബിക്ക് വയസ്സായി, 100 വയസ്സ് കഴിഞ്ഞു എന്ന് ചരിത്രം പറയുകയാ. സക്കരിയ നബി അവിടെ ഇരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ടു. സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, പടച്ച റബ്ബേ, എനിക്ക് പ്രായമായി റബ്ബേ,
എനിക്ക് പ്രായമായി തമ്പുരാന്, എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് തമ്പുരാന്, എന്റെ എല്ലും തോലും വിട്ടുപിരിഞ്ഞ് തമ്പുരാന്, ഞാൻ പ്രായം ചെന്നവനാണല്ലോ, എനിക്ക് ആരോഗ്യമില്ല അല്ലാ, എനിക്കൊന്നിനും കഴിവില്ല അല്ലാ, എനിക്ക് മക്കളില്ല പടച്ചവന്, എനിക്ക് മക്കളില്ല പടച്ചവന്. 100 വയസ്സ് കഴിഞ്ഞ സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, എനിക്കൊരുപാട് പോരായ്മകളുണ്ട്, എനിക്ക് കൗണ്ടിങ് കുറവാണ്, എനിക്ക് പ്രയാസമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്. വകാനത് ഇംറാഅതി ആഖിറാ, എന്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്ത പെണ്ണാണ് തമ്പുരാന്, അവൾക്കും പ്രായമായി തമ്പുരാന്, അവൾക്ക് 90 വയസ്സ് കഴിഞ്ഞ് പടച്ചവന്, അവളുടെ മെൻസസ് പോലും നിലച്ചു പടച്ചവന്, അവൾക്ക് പ്രസവിക്കാൻ ഒരു സാധ്യതയുമില്ല പടച്ചവന്. ഞങ്ങൾ രണ്ടുപേരും പോരായ്മകളുള്ളവരാണ്, ഞങ്ങൾ രണ്ടുപേരും പ്രായം ചെന്നവരാണ്. എന്നാൽ നിനക്ക് കഴിയും തമ്പുരാന്, നിനക്ക് കഴിയും തമ്പുരാന്, ഞങ്ങൾക്കൊരു പൊന്നുമോനെ തരാറ്, ഞങ്ങൾക്കൊരു പൊന്നുമോനെ തരാ. 25-ാമത്തെ വയസ്സിലല്ല, 30-ാമത്തെ വയസ്സിലല്ല, 50-ാമത്തെ വയസ്സിലല്ല, 70-ാമത്തെ വയസ്സിലല്ല, 100 വയസ്സ് കഴിഞ്ഞ സക്കരിയാ നബി അലൈഹിസ്സലാം 99 വയസ്സുള്ള അതാ സക്കരിയാ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ. ഇവരാ ഭാര്യയെ കുറിച്ചാണ് അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ ഞങ്ങൾ രണ്ടുപേരും പ്രായം ചെന്നവരാണ് നാഥാ, നിനക്ക് കഴിയും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാറ്, നിനക്ക് കഴിയും ഒരു മകനെ തരാ. എനിക്ക് വേണം പടച്ചവന്, ഈ വയസ്സാങ്കാലത്ത് എനിക്കൊരു പൊന്നുമോനെ വേണം തമ്പുരാന്, എനിക്കൊരു മകനെ വേണം തമ്പുരാന്, തന്നേ പറ്റു പടച്ചവന്, നീയാണ് പറഞ്ഞത് തരാമെന്ന്. സക്കരിയാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്ത മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അല്ലാഹ് പേരിട്ടത് യഹ്യാ എന്ന്, അല്ലാഹുവാണ് പേര് പറഞ്ഞു കൊടുത്തത് യഹ്യാ എന്ന്. ആ യഹ്യാ എന്ന് പറയുന്ന ഒരു പൊന്നുമോന് അല്ലാഹു കൊടുത്തെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഇതിനാ ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇങ്ങനെ ദുആ ചെയ്യണം സഹോദരാ, അല്ലാഹു വെറും കയ്യോടെ മടക്കൂല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യൂ. ഉസ്താദന്മാരെ കാണുമ്പോ, തങ്ങന്മാരെ കാണുമ്പോ നമ്മൾ പറയുമല്ലോ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ, ചെയ്യിപ്പിക്കണം സഹോദരാ. ആ ദുആയിക്ക് വല്ലാത്ത മഹത്വമാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന മകന്റെ കൈ പിടിച്ചുകൊണ്ട് മാതാവ് കടന്നു വരികയാ. തങ്ങന്മാരുടെ മുമ്പിൽ ചെന്നിട്ട് ദുആ ചെയ്യണേ എന്ന് പറയുന്ന ഉപ്പ, ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറയുന്ന ഉമ്മ, അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബിയുടെ കൈ പിടിച്ചുകൊണ്ട് അതാ ഉമ്മ കടന്നു വരുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. അങ്ങക്ക് ഖിദ്മത്ത് ചെയ്തവനാണ്, അങ്ങയുടെ ചെരുപ്പെടുത്തു തന്നവനാണ്, അങ്ങക്ക് വെള്ളമെടുത്തു തന്നവനാണ്, ചെറുപ്രായം മുതൽ അങ്ങയുടെ കൂടെ നടക്കുന്നവനാണ്. എന്റെ പൊന്നുമോൻ അനസിന് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. മാതാവ് നബി തങ്ങളുടെ ചാരത്ത് തന്റെ പൊന്നാര മകന്റെ കൈ പിടിച്ചു കൊണ്ട് ചെന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്യുകയാ. അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബിക്ക് വേണ്ടി നബി തങ്ങൾ അവിടുന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അവിടുന്ന് പറഞ്ഞു, അല്ലാഹ് അനസ് ഇബ്നു മാലിക്കിന് സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. 3 കാര്യമാണ് നബി തങ്ങൾ ദുആ ചെയ്തത്, 3 കാര്യങ്ങളാണ് നബി തങ്ങൾ ദുആ ചെയ്തത്. അല്ലാഹുവേ, സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. നബി തങ്ങൾ അവിടെ ഒന്നാമതായി ദുആ ചെയ്തു. രണ്ടാമത് ദുആ ചെയ്തു, റബ്ബേ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബിക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുകയാ. മൂന്നാമതായി പറഞ്ഞു, നാഥാ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബിക്ക് വേണ്ടി മാതാവാണ് കൊണ്ട് നിർത്തിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞത്. ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്തു, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. നിങ്ങൾ ചരിത്രമെടുത്ത് വായിക്കടോ. അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിയുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും എണ്ണം നിങ്ങൾ എടുത്തു നോക്ക്. അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സഹാബി, ആ സഹാബിയെ കൊണ്ട് നിർത്തിയിട്ട് മാതാവ് പറഞ്ഞു, നബിയെ എൻ്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണം, ഇപ്പൊ തന്നെ എൻ്റെ മുമ്പിൽ വെച്ച് ദുആ ചെയ്യണം. നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണം പടച്ചവനെ, നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണം പടച്ചവനെ. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സഹാബിക്ക് മക്കളും കൊച്ചുമക്കളുമായിട്ട് 106 എണ്ണം ഉണ്ടായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബി തങ്ങൾ ദുആ ചെയ്തു, മക്കളെ കൊടുക്കണം. 106ഓളം മക്കളുണ്ടായിരുന്നു, കൊച്ചുമക്കൾ ഉൾപ്പെടെ. അവിടെ നിന്ന് 103 വയസ്സുവരെ ജീവിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതാണ് ദുആ, അതാണ് ദുആ. അതാണ് കൊണ്ടുവന്ന മഹാന്മാരോടും തങ്ങന്മാരോടും ഉസ്താദന്മാരോടൊക്കെ ദുആ ചെയ്യിപ്പിക്കാൻ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 106ഓളം മക്കളും കൊച്ചുമക്കളുമായിട്ടുണ്ടായിരുന്നു. മഹാനവറുകളുടെ ആയുസ് 103 വയസ്സുവരെ ജീവിച്ചു എന്ന് പറയുന്നു. 2, അള്ളാഹുവിൻ്റെ പ്രവാചകം ദുആ ചെയ്തു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് മദീനത്തൊരു തോട്ടമുണ്ടായിരുന്നു. എല്ലാവരുടെയും തോട്ടത്തിൽ നിന്ന് വർഷത്തിൽ ഒരിക്കലാണ് വിളവെടുക്കുന്നത്. ഒരു വർഷത്തിൽ ഒരിക്കലാണ് വിളവെടുക്കുന്നത്. എന്നാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തോട്ടത്തിൽ നിന്ന് വർഷത്തിൽ 2 പ്രാവശ്യം വിളവെടുക്കുമായിരുന്നു. അതാണ് ദുആ, അതാണ് ദുആ. എല്ലാവരുടെ തോട്ടത്തിൽ നിന്ന് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം വിളവെടുക്കുമ്പോൾ നബിതങ്ങളുടെ ദുആ കാരണം ആ സഹാബിയുടെ തോട്ടത്തിൽ നിന്ന് വർഷത്തിൽ 2 പ്രാവശ്യം. ആ സ്വഹാബി പറയുന്നുണ്ട്, ഇനി 3 നബിതങ്ങൾ ചെയ്തത് സ്വർഗവാ, അതെനിക്ക് എന്തായാലും റബ്ബ് തരും. ഇതാണ് ദുആ എന്ന് പറയുന്നത്. നമ്മൾ ദുആ ചെയ്യിപ്പിക്കണം സഹോദരങ്ങളെ. ഉസ്താദന്മാരാകട്ടെ, തങ്ങന്മാരാകട്ടെ, മഹാന്മാരാകട്ടെ, അവരെ കൊണ്ട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കണം. നമ്മുടെ മക്കൾ, അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. ആരാ നന്മയുള്ളവരാരാ? 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, 5 ദിവസം, ഒരു ദിവസത്തിൽ 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവനാണ്. അങ്ങനെയെങ്കിലും നന്മ കാണിക്കുന്നവരാകണം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയെങ്കിലും ഒരു ദിവസം 5 പ്രാവശ്യം ദുആ സ്വീകരിക്കണമെങ്കിൽ അതിന് ചില കണ്ടീഷനുകളുണ്ട്. ദുആ സ്വീകരിക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്. ചുമ്മാതെ ദുആ ചെയ്തിട്ട് കാര്യമില്ല. അത് ചെയ്യേണ്ട രീതിയിൽ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം അല്ലാഹു തരും. അത് അല്ലാഹു ചെയ്ത കരാറ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് അല്ലാഹു ഇജാബത്ത് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, അല്ലാഹു ചെയ്ത 3ാമത്തെ വാഗ്ദാനം എന്താ? അല്ലാഹുവേ, ഈ മജ്ലിസിലെ ദുആയ്ക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. 3ാമതായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, നീ അല്ലാഹുവിനെ ഓർത്താ അല്ലാഹു നിന്നെയും ഓർക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഫദ്കുറുനി അദ്കുറുക്കും, നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അല്ലാഹു നമ്മളെ ഓർക്കും. സഹോദരാ, നമ്മളെ ദിക്റുകൾ പറയുകയാണെങ്കിൽ അല്ലാഹുവിനെ നമ്മൾ ഓർക്കും തോറും അല്ലാഹു നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും. സഹോദരാ, അല്ലാഹുവിനെ ഓർക്കാൻ സമയമുണ്ടാകണം. അല്ലാഹുവിനെ ഓർക്കാൻ സമയമുണ്ടാകണം. നമ്മൾ എത്രത്തോളം അല്ലാഹുവിനെ ഓർക്കുന്നുണ്ടോ അത്രത്തോളം അല്ലാഹു നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു നമ്മളെ ഓർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ, പടച്ചവനെ, നമ്മൾ എത്രത്തോളം അല്ലാഹുവിനെ ഓർക്കുന്നുണ്ടോ അത്രത്തോളം അല്ലാഹു നമ്മളെയും ഓർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രമുണ്ടല്ലോ. അതാ വഖാല റജുലുൻ ലി അബി ഉമാമ, അബി ഉമാമ റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയുടെ ചാരത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്ന, തങ്ങളെ റഅയ്തു ഫിൽ മനാം
ഇന്നലെ ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു, ഇന്നലെ ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു. നിങ്ങളെ ഞാൻ സ്വപ്നം കാണുമ്പോ അള്ളാന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാ, ഇന്നലെ ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു. നിങ്ങൾ നിൽക്കുമ്പോഴും നിങ്ങൾ ഇരിക്കുമ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ കിടക്കുമ്പോഴും എപ്പോഴും അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്, ആ ദുആ ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. പടച്ചവനെ, പിറ്റേ ദിവസം അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ മനുഷ്യൻ അത്ഭുതത്തോടെ പറയുന്നു, തങ്ങളെ, നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ ഇരിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനോട് വളരെ അത്ഭുതത്തിൽ പറയുമ്പോ മഹാനവറുകൾ ചോദിക്കുകയാ, എന്തത്ഭുതമാവുള്ളത്, എന്തത്ഭുതമാണ് ഇതിനകത്തുള്ളത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ബുക്റതൻ വഅസീലാ വല്ലദീ യുസല്ലി അലൈക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നമ്മൾ അല്ലാഹുവിനെ ഓർക്കുമ്പോ, നമ്മൾ അല്ലാഹുവിനെ സ്മരിക്കുമ്പോ, അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം അല്ലാഹുവിനെ ഓർക്കുന്നുണ്ടോ, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നുണ്ടോ, ആ സമയം എത്രത്തോളം മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതാ ഹദീസ് നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ നിങ്ങൾ അധികമായിട്ട് അല്ലാഹുവിനെ ഓർക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങൾ അധികമായിട്ട് അല്ലാഹുവിനെ ഓർക്കണേ, നിങ്ങൾ അധികമായിട്ട് അല്ലാഹുവിനെ സ്മരിക്കണേ. അതിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അധികമായിട്ട് അല്ലാഹുവിനെ ഓർക്കുക എന്ന് പറയുമ്പോ, പടച്ചവനെ നിത്യമായി ചെയ്യുന്ന ചില അദ്കാറുകൾ ഉണ്ടല്ലോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്, ഇന്ന് പോയി കിടന്നുറങ്ങുന്ന സമയത്ത്, പെങ്ങളെ, നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവേ ദിക്റുകൾ പറയാൻ മടിക്കുന്നു? പെങ്ങള്, നിങ്ങൾ ദിക്ർ പറയണം. ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി വഅദ് കഴിഞ്ഞിട്ട് നിങ്ങളെ വീടിനകത്ത് പോയി കിടന്നുറങ്ങുകയാ. ഈ വഅദിലിരിക്കുന്ന ചിലർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും ഇന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് വുളുവെടുത്തു, വുളുവോടുകൂടിയാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത്. നിങ്ങൾ പടച്ചവനെ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ എന്ന് അദ്കാറുകൾ പറഞ്ഞത്, സാധാരണ പറയുന്ന ദിക്റുകൾ പറഞ്ഞ് നിങ്ങൾ അൽഹംദുലില്ലാഹ് കിടന്നുറങ്ങുകയാണ്. റബ്ബേ, അതാ നബി തങ്ങൾ പറയുകയാ, മൻ ബാത താഹിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖുലു സഅതൻ മിൻ ലൈൽ. ഏതെങ്കിലും ഒരു മനുഷ്യന് വുളുവോടുകൂടിയാണ് കിടന്നുറങ്ങുന്നതെങ്കിലോ, ഇന്ന് നിങ്ങൾ സാധാരണ ചെയ്യുന്ന അദ്കാറുകൾ പറഞ്ഞ് ദിക്റുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും കിടന്നുറങ്ങിയാൽ, പടച്ചവനെ, ഒരു മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുകയാ. എന്തിനാണെന്നറിയോ? നിനക്ക് വേണ്ടി ദുആ ചെയ്യാ, നിനക്ക് വേണ്ടി ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ തലഭാഗത്ത് വന്ന് നിൽക്കുകയാ. നീ എഴുന്നേക്കുന്നത് വരെ, നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പെങ്ങളെ, ദിക്റുകൾ പറയണം. തങ്ങള് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യണമല്ലോ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്ർ
ദിക്ർ പറയണം പെങ്ങള്. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം. ഈ ദിക്ർ പറഞ്ഞിട്ടേ നിങ്ങൾ ഉറങ്ങാവൂ. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല. ആരാ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകൾക്ക് പറഞ്ഞു കൊടുത്ത ദിക്റാണ്. വീട്ടിൽ ജോലി ചെയ്തിട്ട് കൈപൊട്ടിയിട്ട് ഉപ്പാന്റെ അടുക്കൽ ചെന്നിട്ട് എനിക്കൊരടിമയെ വേണം പാപ്പാ, എന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ എന്നെ സഹായിക്കാൻ ഒരടിമയെ വേണമെന്ന് നബി തങ്ങളോട് തന്റെ പൊന്നാര മക്കൾ, തന്റെ പൊന്നാര മകള് ചെന്ന് വീട്ടിൽ ചെന്ന് സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രിയിൽ തന്റെ പൊന്നുമോളെ കാണാൻ വരികയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ നബി തങ്ങൾ കാണാമെന്നോ. എന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന മകളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, നിനക്ക് സഹായമായി ഒരടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ. ആ അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? നീ വീട്ടു ജോലി ചെയ്യാൻ ഒരടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ. ആ അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് അല്ലാഹുവിന്റെ മുമ്പില് പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താ വാപ്പാ, എന്താ വാപ്പാ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു, ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ ദിക്ർ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. ഈ ദിക്ർ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. നമുക്കിത് നിസാരമായി പോയി. അതാ ഫാലിയാര് തങ്ങൾ പറയുകയാണ്, ഫാത്തിമ മരിക്കുന്നത് വരെ പറഞ്ഞടോ. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് മരിക്കുന്ന ദിവസവും ഈ ദിക്ർ പറഞ്ഞിട്ടാ കിടന്നത്. അലിയാര് തങ്ങൾ പറയുകയാ, അലിയാര് തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറഞ്ഞതിന് ശേഷം അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ഞാനും മുടക്കിയിട്ടില്ല, അലിയാര് തങ്ങളും ആ ദിക്ർ മുടക്കിയിട്ടില്ല. അതുകൊണ്ട് നിത്യമായി ചെയ്യുന്ന ചില അദ്കാറുകൾ, ദിക്റുകളുണ്ടല്ലോ, പടച്ചവനെ കിടന്നുറങ്ങുമ്പോ പറയുന്ന ദിക്റുകളോ, അവിടെ ഓതുന്ന ദുആകളോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് ചെയ്യുന്ന ദുആകളോ, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റുകള് മുടക്കല്ലേ ചെറുപ്പക്കാരാ. നിത്യമായി ചെയ്യുന്ന ഇബാദത്തുകളോ, ആ ദിക്റുകൾ നീ ഒരിക്കലും മുടക്കാൻ പാടില്ല. അതാ ഫർദ് നമസ്കാരം കഴിഞ്ഞു, അവിടെ ഇരുന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ ദിക്ർ നിങ്ങൾ പറയണേ. നമുക്ക് സമയമില്ലടോ, നമ്മൾ ഇറങ്ങി ഓടുകയാണ്, നമുക്കൊന്നിനും സമയമില്ല, ദുആ ചെയ്യാൻ സമയമില്ല, ദിക്ർ പറയാൻ സമയമില്ല. ഇറങ്ങി ഓടല്ലേ ചെറുപ്പക്കാരാ, പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആ ദിക്റിന്റെ പ്രതിഫലം നിനക്കറിയോ? ആ 3 ദിക്റിന്റെ മഹത്വം നിനക്കറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനത്തെ പാവപ്പെട്ടവരായ സ്വഹാബത്ത് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രതിഫലം മുഴുവനും പണക്കാര് കൊണ്ടുപോവുകയാണ്. അവര് വർഷാവർഷം ഹജ്ജിന് പോകുന്നു, അവര് ഉംറ ചെയ്യുന്നു, അവര് സക്കാത്ത് കൊടുക്കുന്നു, അവര് സദഖ കൊടുക്കുന്നു, അവരെല്ലാം നന്മകളും അവര് ചെയ്യുന്നു. നബിയേ, സ്വർഗത്തിലെ പ്രതിഫലം മുഴുവനും അവര് കൊണ്ടുപോവുകയാ. ഞങ്ങള് പാവപ്പെട്ടവരാ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവങ്ങളാ.